It is better to light a single candle than to curse the darkness. It is better to light a single candle than to curse the darkness. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി കത്തിക്കുന്നതാണ്. പ്രശസ്ത ചൈനീസ് തത്വചിന്തകൻ കൺഫ്യൂഷ്യസിന്റെ വാക്കുകളാണിത്. കൺഫ്യൂഷനായോ? വേണ്ട. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിഷേധാത്മക സമീപനത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കാതെ, അല്ലെങ്കിൽ നിഷേധാത്മക സമീപനങ്ങൾ കാണാതെ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിച്ച് സമയം കളയാതെ എന്താണ് പരിഹാരമെന്ന് ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഇരുട്ടിനെ പഴിക്കുകയല്ല വേണ്ടത്, ഉള്ള ഒരു മെഴുകുതിരി കത്തിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതയാത്രയിൽ സംഭവിക്കുന്ന നിർഭാഗ്യകരമായ കാര്യങ്ങൾക്ക് ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പകരം അതിൽ നിന്ന് എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ അതിജീവനം നിങ്ങളുടെ മാത്രം അതിജീവനമാണേ. പ്രശ്നത്തെക്കുറിച്ച് വെറുതെ വിലപിക്കുന്നതിന് പകരം ഒരു ചെറിയ ചുവടുവയ്പ്പാണെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പ്രചോദനമാകും. പിന്നെ ഒരു കാര്യം, ഒരു മെഴുകുതിരി വെളിച്ചമുള്ള സ്ഥലത്തെ കത്തുന്നതിനേക്കാൾ ഇരുട്ടിൽ കത്തുമ്പോഴാണ് കൂടുതൽ പ്രകാശിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതവും. സാധാരണ മെഴുകുതിരി സൂര്യപ്രകാശത്തിൽ കത്തിച്ചു നിർത്തിയാൽ ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിന് എന്ത് മാറ്റമാണുള്ളത്, അതിനെന്ത് ഭംഗിയാണുള്ളത്. എന്നാൽ ഒരു ഇരുട്ടിൽ കത്തിച്ചു നോക്കൂ. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ, ജീവിതത്തിൻ്റെ നഷ്ടങ്ങൾ ഉണ്ടാവുന്നതിനിടയിൽ നിങ്ങൾ വയ്ക്കുന്ന പ്രചോദനാത്മകമായ ഒരു ചുവടുവയ്പ്പാണ് ഇരുട്ടിലെ മെഴുകുതിരി പോലെ മനോഹരമാകുന്നത്. ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കാതെ കഠിനാധ്വാനം ചെയ്യുമ്പോൾ യഥാർത്ഥ കഴിവുകൾ പുറത്തുവരും, നേട്ടങ്ങൾ എത്തിപ്പിടിക്കും, ഏറെ തിളക്കമുള്ളതാവും ജീവിതം. അപ്പോൾ ഇരുട്ടൊക്കെ നിങ്ങളുടെ ചുറ്റുപാടും വന്ന് ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ, നിങ്ങളുടെ ചുറ്റും ഇരുട്ട് പരക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മെഴുകുതിരി കത്തിക്കാൻ മറക്കരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നിങ്ങൾക്കൊന്നും സാധിക്കില്ലെന്ന് ചിന്തിച്ചിരിക്കാതെ പോസിറ്റീവായി ചിന്തിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതം മുന്നോട്ട് ജീവിക്കേണ്ടത് നമ്മളാണ് എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. നമ്മളെ തോൽപ്പിക്കാൻ നമ്മൾക്കല്ലാതെ ആർക്കും സാധിക്കില്ലെന്ന് മനസ്സിലാക്കുക.